Welcome to Learning for All. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗിൾ ഇൻ എ ക്ലോക്ക്, അതായത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് ബാങ്കിങ്, എയർഫോഴ്സ്, SSC എക്സാംസ് എല്ലാത്തിനും ചോദിക്കുന്ന ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഈസി ട്രിക്ക്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the angle between hour hand and minute hand of the clock when the time is 7:20 am? അപ്പോൾ ടൈം എന്ന് പറയുന്നത് 7:20 am. ആൻസർ എന്താണെന്ന് ഞാനിപ്പോൾ ഫൈൻഡ് ചെയ്ത് തരാം. 37 മൈനസ് ആൻസർ ഈസ് 100 ഡിഗ്രി. എത്ര പെട്ടെന്നാണല്ലേ ഞാൻ കണ്ടുപിടിച്ചത്? ഇതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും പറ്റും. അതിനൊരു സൂപ്പർ ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എന്താണെന്ന് അറിയാമോ? ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു h മൈനസ് 11/2 ഇൻറ്റു m. ഇതിൽ h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവറും m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റും ആണ് അല്ലേ? ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഈ ടൈപ്പ് ഏത് ടൈം തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹിയർ അവർ എത്രയാണ്? 7 അല്ലേ? മിനിറ്റ് എന്താണ്? 20 ആണ്. അത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 30 ഇൻറ്റു 7 മൈനസ് 20 ഇൻറ്റു 11/2 ഈക്വൽ ടു 210 minus 11 into 10, that is 110 equal to 100 degree. ഈ മോഡുലസ് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആംഗിൾ നെഗറ്റീവ് വാല്യൂ വരില്ല. ഇനി ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വന്നാലും നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ടൈം വന്നാലും ചെയ്യാൻ പറ്റും. എന്താണ് ഇക്വേഷൻ? ആംഗിൾ ഈക്വൽ ടു 30 ഇൻറ്റു അവർ മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ ഇവിടെ തന്നിരിക്കുന്ന അവർ, ഈ m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ ഇവിടെ തന്നിരിക്കുന്ന മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 3:30 PM? അപ്പം എന്താണ് നമ്മുടെ ഇക്വേഷൻ? ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു അവർ മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. എന്ത് ഈസി ആയിട്ടുള്ള ഇക്വേഷനാണ്. നമുക്കിതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3:30 PM. അപ്പോൾ അവർ എന്താണ്? 3 അവർ. മിനിറ്റ് എന്താണ്? 30 മിനിറ്റ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 30 ഇൻറ്റു 3 മൈനസ് 11/2 ഇൻറ്റു 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് 30/2 15. 11 into 15, that is equal to 90 minus 11 into 15, that is equal to 165. That is equal to minus 75. മോഡുലസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും ആംഗിൾ നെഗറ്റീവ് വാല്യൂ വരില്ല. അതുകൊണ്ട് ആൻസർ ഈസ് 75 ഡിഗ്രി. എന്ത് ഈസിയാണല്ലേ? Find the time between 3 and 4 PM when the angle between hours and minute hand is 35 degree. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആൻഡ് 3 and 4 PMന്റെ ഇടയിലാണ്. 3 and 4 PMന്റെ ഇടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തായിരിക്കും? 3 ആയിരിക്കും. നമുക്കറിയാം ഒരു ക്ലോക്കിൽ 3യുടെ 4ന്റെ ഇടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 3 ആയിരിക്കും. എന്തായാലും 4 കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ ഈസ് ഈക്വൽ ടു 3. മിനിറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. മിനിറ്റ് ഈക്വൽ ടു m എന്ന് തന്നെ കൊടുക്കാം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? തീറ്റ ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ എന്താണെന്നറിയാം? തീറ്റ ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു h മൈനസ് 11/2 m എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു അവർ എന്താണ്? 3 മൈനസ് 11/2 ഇൻറ്റു m equal to 35 degree. Okay, that is equal to 90 minus 11/2 m equal to 35. Then equation 11/2 equation ഇപ്പുറത്ത് കൊണ്ടുപോകാം. That is equal to 90 minus 35 equal to 11/2 m.
Okay, 90 minus 35 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 55. Okay, that is 55 equal to 11 by 2 m. Then m equal to 55 into 2 by 11. That is equal to 110 divided by 11. That is equal to 10 minutes. അപ്പോൾ ആൻസർ എന്താണ്? അവർ നമുക്കറിയാം 3, 10 PM AM എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ 310 എന്നുള്ളതാണ് ആൻസർ. ഇനി ഇതിൻ്റെ ലോജിക് എന്താണെന്ന് അറിയുന്നവർക്ക് അതുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? വെറുതെ ഇക്വേഷൻ മാത്രം പഠിക്കാതെ എങ്ങനെയാണ് ഇക്വേഷൻ വന്നത് കൂടി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ എത്തിക്കുന്നത് 230 ആണ്. അത് AM ആയിക്കോട്ടെ PM ആയിക്കോട്ടെ 230 ആണ്. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ഈ 12, അതായത് 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ്. ഇപ്പം നമ്മൾ നോക്കുക, ഈ മിനിറ്റ് ഹാൻഡ് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലേ? ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ മൊത്തം ആംഗിൾ എന്താണ്? ഒരു പോയിന്റിൻ്റെ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 60 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ 360 ഡിഗ്രി കവറാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മിനിറ്റിന് എന്താണ് ഡിഗ്രി എന്ന് നോക്കാം. എക്സ് ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 60 equal to 360 into m അല്ലേ? അപ്പോൾ എക്സ് is equal to 360 by 60 m. That is 6m. ക്ലിയർ ആയോ? അതായത് നമ്മൾ 60 മിനിറ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രി ആവും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു, 6 മിനിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഇപ്പം നമ്മൾ പറഞ്ഞത് മിനിറ്റ് ഹാൻഡിനെ പറ്റിയാണ് അല്ലേ? മിനിറ്റ് ഹാൻഡ്. ഇനി അവർ ഹാൻഡ് എടുക്കാന്ന് വയ്ക്കാം. അവർ ഹാൻഡ് എടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ ഈ അവർ ഹാൻഡ് ഫുള്ള് കവർ ചെയ്താലാണ് എന്താവുള്ളൂ? നമുക്ക് ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവും. അതായത് ഈ അവർ ഹാൻഡ് ഫുൾ കംപ്ലീറ്റ് ആണെങ്കിൽ എന്താണ്? ഈ 12ന്ന് 1 ആവണം, 2 ആവണം, 3 ആവണം, 4 ആവണം, 5 ആവണം, 6 ആവണം. അതായത് ഈ അവർ ഹാൻഡ് ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്ത് കഴിയണമെങ്കിൽ നമുക്ക് 12 ഗ്രഡേഷൻ, അതായത് ഇങ്ങനെ ഓരോ സൈക്കിൾ അല്ലേ? അപ്പോൾ 12 ടൈംസ് അല്ലെങ്കിൽ 12 ഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 360 by 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. 1 ഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 അവർ. മനസ്സിലായോ? അതായത് 12 to 1 ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്താവണം? ഈ അവർ ഹാൻഡ് ഈ 1ൽ എത്തിയിട്ടുണ്ടെങ്കിൽ 1 അവർ കംപ്ലീറ്റ് ആയി. ആ 1 അവർ കംപ്ലീറ്റ് ആണെന്നുള്ള ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 ഡിഗ്രി. 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ എച്ച് അവർ, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്ത അവർ ആണെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ദാറ്റ് എച്ച് ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലേ? ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ആംഗിൾ, ഇപ്പോൾ 3 വരെ എത്തണമെങ്കിൽ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്യണം? 1, 2, 3. അപ്പോൾ 3 ഇൻറ്റു 30. ഇവിടെ നമുക്ക് ഏതിലായിരിക്കുന്നത്? 2ലാണ്. അപ്പോൾ എത്ര എണ്ണം കംപ്ലീറ്റ് ആയി? 1, 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 30. ക്ലിയർ ആയില്ലേ? അപ്പോൾ അവർ കണ്ടുപിടിക്കാനായിട്ട് അവർ ഇൻറ്റു 30 ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് എന്ത് വേണം? ഇപ്പോൾ ഇത് കറക്റ്റ് 2ലായിരിക്കില്ല അല്ലേ? കറക്റ്റ് 2ല് ഈ ഒരു ആംഗിള് ഡിഫറൻസ് ഉണ്ടാവും. അത് ഈ മിനിറ്റ് ഹാൻഡ് മാറുന്നതനുസരിച്ച് ഇതിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാലോ, എപ്പോഴും ക്ലോക്കിൻ്റെ കറക്റ്റ് 2 o'clock മാത്രമാണ് ഈ അവർ ആൻഡ് 2ൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൂ. ഇത് ലോജിക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പം നമുക്ക്
ഇനി അത് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് എന്താണ്? അവർ ആൻഡും, അതായത് ഈ അവർ ആൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിളാണ്. ആ ആംഗിളിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? അതായത് നമുക്ക് ഈ ആംഗിളാണ്, അതിനെ ഞാൻ ബി എന്ന് പറയുവാണെങ്കിൽ, ആംഗിൾ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി മൈനസ് ആംഗിൾ ഡി. ക്ലിയർ? ആംഗിൾ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി മൈനസ് ആംഗിൾ ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇനി അപ്പം നമുക്ക് ഓരോ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ? ഈ ആംഗിൾ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിനിറ്റ് ഹാൻഡ് എന്ത് ആംഗിളാണ് ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് കിട്ടി 6M എന്ന്. ഓക്കെ, അപ്പം ആംഗിൾ ഡി നമുക്ക് എന്ത് കിട്ടി? 6M എന്ന് കിട്ടി. ഇനി ആംഗിൾ എ നമുക്ക് എന്താണെന്നറിയാം? അവർ ആൻഡ് മേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവർ ആൻഡിൻ്റെ ആംഗിൾ അറിയാം. അപ്പോൾ 30H. ഇനി നമുക്ക് അറിയില്ലാത്ത അൺനോൺ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മിനിറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആംഗിൾ മാറും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2:30 ആവുന്ന സമയത്ത് ഈ ആംഗിൾ അവർ ആംഗിൾ ഇരിക്കുന്നിടത്തായിരിക്കില്ല 2:45 ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് അല്ലേ? 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 60 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രിയാണ് അല്ലേ? അതായത് 1 അവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 30 ഡിഗ്രിയാണ് എടുക്കുന്നത്. 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എടുക്കാനായിട്ട് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എം അല്ലെങ്കിൽ 1 മിനിറ്റിന് എന്ത് ഡിഗ്രി ആയിരിക്കും? ആംഗിൾ സി എന്ന് തന്നെ എടുക്കാം. ആംഗിൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 60 × C = 30M. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 30/60M. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2M. അപ്പോൾ നമുക്ക് ആംഗിൾ സിയും കിട്ടി. അപ്പോൾ ആംഗിൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 അവർ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2M മൈനസ് ആംഗിൾ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6M. ദാറ്റ് ഈസ് ഈക്വൽ ടു 30H പ്ലസ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 2 × M minus 2 × 6 12M. That is equal to 30H minus 11/2M. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഒരിക്കലും ആംഗിള് നെഗറ്റീവ് വാല്യൂ വരാത്തതുകൊണ്ടാണ് നമ്മൾ മോഡുലസ് കിട്ടിയത്. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്നുള്ള ലോജിക്കും ക്ലിയർ ആയി. ഇത് മനസ്സിലാക്കി വെക്കണമെന്നില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇക്വേഷൻ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഇതിൻ്റെ പിന്നീട് ലോജിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. കൺഫ്യൂഷൻ ആകും എന്നുള്ളവർ ഇത് പഠിക്കണമെന്നില്ല. ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുക. ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ ഈസി ആയിട്ട് ഷോർട്ട് ടൈമിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 × H മൈനസ് 11/2M. ആംഗിൾ ഒരിക്കലും നെഗറ്റീവ് ആവാത്തതുകൊണ്ട് മോഡുലസ്. ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവറാണ്, M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. താങ്ക് യു.